ബിജെപി വിടാനുള്ള കാരണം ഒന്ന് സംഘടന അകത്ത് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് മൈനോറിറ്റി ആളുകളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും കേരളത്തിലെ സംഘടന പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. 30 വർഷം ഞാൻ ഇതിന്റെ പണിയെടുത്ത ആളാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം മുതൽ ആൾ ഇന്ത്യ ഭാരവാഹി വരെയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ ആയ ആളാണ്. കാരണം ഇന്ത്യയിൽ തന്നെ മൈനോറിറ്റിയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 30 വർഷം പണിയെടുത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ എത്രയും പണിയെടുത്തിട്ടും നമുക്ക് ഒരു മൈനോറിറ്റിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പാർട്ടി ഇപ്പോഴും പഠിച്ചിട്ടില്ല. വളരെ ഇതാക്കുന്ന ഒരു സമീപനം. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ മാത്രം പ്രത്യേകത ആണെന്ന് തോന്നുന്നില്ല. ദേശീയ തലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് എസ്പെഷ്യലി മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം അതിൽ പറയാൻ കാരണം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ന്യൂനപക്ഷ മിനിസ്ട്രി കാലത്തും അത് ഒരു മൈനോറിറ്റി ആയിരുന്നു എന്റെ മിനിസ്റ്റർ. പക്ഷെ ആ മൈനോറിറ്റി ഭരിക്കേണ്ട മിനിസ്ട്രി പോലും മൈനോറിറ്റിയിൽ നിന്ന് മാറ്റി സർക്കാർ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ വ്യാപകമായിട്ട് വലിയൊരു മെസ്സേജാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ദേശീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായിരിക്കണം. അതിൻ്റെ അകത്ത് മൈനോറിറ്റി ഉണ്ടാവാം, യുവാക്കളുണ്ടാവാം, വൃദ്ധന്മാരുണ്ട്, എല്ലാവരും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടില്ല. കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല നേതാക്കളും പരസ്യമായി സംസാരിക്കുമ്പോൾ ആ പരസ്യമായി സംസാരിക്കുന്ന നേതാക്കളെ വാൺ ചെയ്യാൻ പോലും പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ്. അത് പ്രത്യേകിച്ച് ഇത്രയും നാളും പണിയെടുത്തൊരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ വേദനയുണ്ടാക്കി. ഞാൻ 3 വർഷം മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിത്വം രാജിവെച്ചു. 3 വർഷവും ബിജെപിയുടെ ഒരു സഹയാത്രികനായിട്ട് ഞാൻ നിന്നു. ഈ 3 വർഷത്തിനിടയിൽ പാർട്ടിക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കാമായിരുന്നു. പക്ഷെ പാർട്ടി അതിന് തയ്യാറായില്ല. എന്ന് വെച്ചാൽ അതിന്റെ മെസ്സേജ് എന്താ? ന്യൂനപക്ഷങ്ങൾ കാര്യമായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു മെസ്സേജാണ് ഞങ്ങളെപ്പോലുള്ളവർ ഉൾക്കൊള്ളുന്നത്. കാരണം ഇതിപ്പോ എന്റെ ഒരു വിഷയം മാത്രമല്ല. കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി ഒരുപക്ഷെ ഒരാൾ പോലും ഇനി നാളെ ബിജെപിയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്രയും ക്രൂരമായ നീചമായ നിലപാടാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം എടുത്തത്. അത് പല നേതാക്കളും, സംഘത്തിന്റെ പല നേതാക്കളും അറിഞ്ഞിട്ട് പോലുമില്ല. ഇത്തരം ഒരു നീചപ്രവൃത്തി എന്നോട് ചെയ്തതായിട്ട് പല നേതാക്കളും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ AKG സെന്ററിൽ പോയി CPM-ൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പലരും ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിന്റെ ഇടയിൽ ഇത് പരിഹരിക്കാൻ ഉള്ള അവസരം എന്ന രീതിയിൽ 3 വർഷം എനിക്ക് ഇത് പോകാൻ വേണ്ടിയിട്ടല്ലോ. നമുക്ക് ഇത് നല്ല രീതിയിൽ പാർട്ടി പോകണം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പരിച്ഛേദമായിട്ട് BJP മാറണം. അല്ലെങ്കിൽ പാർട്ടി ഇത്രയും പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന നേതാവ് രാജിവെച്ച് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അത് ഒരു പബ്ലിക് പറഞ്ഞ ഒരുപക്ഷെ എന്റെ ഇമേജ് നഷ്ടപ്പെടും. അത്രയും മോശമായിട്ട് പല മന്ത്രി നേതാക്കന്മാരൊക്കെ കേരളത്തിലുള്ള മന്ത്രി നേതാക്കന്മാരെ കാണിച്ചിട്ടുണ്ട്. നേരെ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മൈനോറിറ്റി എന്ന രീതിയിൽ പാർട്ടിയുടെ നേതൃത്വ ഭാഗത്തൊന്നും അറ്റാക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞില്ല, ഒരു മൈനോറിറ്റിയെ, അതായത് ഒരു മൈനോറിറ്റി നേതാവ് വളരുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടയിടാനുള്ള ചില നീക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ, മറിച്ച് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എടുക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സമീപനത്തിന്റെ ഭാഗവുമാകാം. പാർട്ടി പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലാണ്. അപ്പോൾ ശരിക്കും മൈനോറിറ്റി വിഭാഗം കബളിപ്പിക്കപ്പെടുകയാണെന്ന് വരുന്നുണ്ടോ? അങ്ങനെ പാർട്ടി പറയില്ല. അങ്ങനെ പാർട്ടി പറഞ്ഞതായിട്ട് ഞാൻ 30 വർഷം നടന്നതല്ലേ. ഏതെങ്കിലും ഒരു മൈനോറിറ്റിയെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ മൈനോറിറ്റിയെ ചേർത്ത് നിർത്തി എന്ന് ഏതെങ്കിലും BJP പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നത് ഒരു നേതാവും പറയില്ല. കാരണം അവർക്ക് താല്പര്യമില്ല അതിന്. മുസ്ലിം മൈനോറിറ്റിയെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ന് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൂടെ നിർത്തിക്കൊണ്ട് 2 മൈനോറിറ്റികളെ തമ്മിലടിപ്പിക്കാനുള്ള രാഷ്ട്രീയ നിലപാടാണ് ബിജെപിയോട് സ്വീകരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനി ഇപ്പൊ ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് കൊടുക്കണം, നല്ലതാണ്, ഞങ്ങളും പോയിട്ടുണ്ട് കൊടുക്കാനൊക്കെ. പക്ഷേ തത്തുല്യമായ രീതിയിൽ മറ്റു വിഭാഗങ്ങൾക്കും ആ തരത്തിലൊരു സമീപനം പാർട്ടി നേതൃത്വം കാണിക്കണം. അപ്പോൾ ഒരു ഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു വിഭാഗം വേണ്ട എന്നാണ് സാമാന്യമായ ഒരു മുസ്ലിം ജനത ധരിക്കുക. അത് ശരിയായാലും തെറ്റായാലും. പക്ഷെ അങ്ങനെ ഒരു തെറ്റായ രീതി പാർട്ടി പിന്തുടരുന്നുണ്ട്. അത് പാർട്ടി ദേശീയ നേതൃത്വം അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനയുടെ കുഴപ്പമാണോ എന്നൊക്കെ പരിശോധിച്ചാലേ മനസ്സിലാവൂ. പക്ഷേ
മറ്റ് സംഘപരിവാറുകളിൽ നിന്ന് എനിക്ക് നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. അവർ എന്നും എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ രാജിവെച്ചിട്ട് പോലും അവർ വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. കാരണം അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടി നേതൃത്വം ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പൊതുവെ ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് വളരെ മോശമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് ബി.ജെ.പി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് സ്വീകരിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നിടത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് കരുതുന്നുണ്ടോ? സുരക്ഷിതരല്ല എന്ന് കരുതുന്നില്ല. പല ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ സുരക്ഷിതമില്ല എന്നുള്ളതല്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഇതിപ്പം പാർട്ടിക്ക് കൂടുതൽ അധികാരത്തിലേക്ക് കൂടുതൽ സൌകര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് ന്യൂനപക്ഷങ്ങൾ മാറുന്നു എന്നുള്ള വസ്തുതയും പാർട്ടി നേതൃത്വം കാണണം. ഇവിടെ അതാണ്. കാരണം ഇന്ന് സുരക്ഷിതമാണ്, നാളെ സുരക്ഷിതമാണോ എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല. കാരണം മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാരണം പാർട്ടി ശക്തമായ മുന്നണിയിൽ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് പോകുന്നത്. വാജ്പേയി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളെ നന്നായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പോയത്. ആ കാലഘട്ടത്തിൽ നിന്നും മാറി. അത് പാർട്ടി വളർന്നു കൂടുതൽ സീറ്റുകളിലേക്ക് വളരുമ്പോൾ സാധാരണ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കൊരു ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വസ്തുത പാർട്ടി നേതൃത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് നടപടി ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ആശങ്ക ന്യൂനപക്ഷങ്ങൾക്ക് വർദ്ധിക്കും. ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയം CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനം. ഞാൻ CPM കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ആലോചിച്ചതാണ്. ഞാൻ ഏത് പാർട്ടിയിലേക്ക് പോകണം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിയില്ല. അപ്പോൾ ബി.ജെ.പിയുടെ ഇത്തരം സമീപനം, ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു പാർട്ടി ഏതാണ് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരും 4-5 പാർട്ടിക്കാർ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നോട് പാർട്ടിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ CPM തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൽ 1-2 കാര്യങ്ങളുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ സംഘടനയാണ് CPM. അത് എന്ത് കുഴപ്പങ്ങൾ ആര് പറഞ്ഞാലും അതിന് വിരുദ്ധമായിട്ട് ഒരാൾക്കും കാണാൻ കഴിയില്ല. കാരണം CPM-ൽ ഒരു വിഭാഗീയത, ഒരു മതപരമായ വിഭാഗീയത CPM-ലില്ല. വേറെ പല ആരോപണങ്ങൾ ആര് പറഞ്ഞാലും. 2, സംഘടനാ മെഷീനറി, സംഘടനാ നേതൃത്വവും ശക്തമായ നട്ടെല്ലുള്ള സംഘടനയാണ്. 3ാമത്തത് ഭരിക്കുന്ന നേതൃത്വം, അതായത് പിണറായി വിജയന്റെ നേതൃത്വം പോലും എടുക്കുന്ന നിലപാട് കൃത്യമായിട്ട് ഒരു മെസ്സേജോടുകൂടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി എടുത്തപ്പോഴാണ് എനിക്ക് CPM-ആയിട്ട് പ്രവർത്തിക്കാൻ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ശക്തമായിട്ട് CPM-മായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകും.